Hello മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും റേസ് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ സുവോളജി പ്രാക്ടിക്കൽ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഓസ്റ്റിയോളജിയിൽ നിന്നുള്ള സൈനോവിയൽ ജോയിന്റിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലേ. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. സോ ചോദ്യം നോക്കിക്കേ, ഐഡന്റിഫൈ ദ സൈനോവിയൽ ജോയിന്റ്, റൈറ്റ് വൺ പെക്യുലാരിറ്റി. അതായത് നമുക്ക് തന്നിരിക്കുന്ന സൈനോവിയൽ ജോയിന്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് ഏത് ജോയിന്റ് വേണമെങ്കിലും ആവാട്ടോ. ഇതെല്ലാം ചോദിക്കും എന്നല്ല മിസ് പറയുന്നത്. നമുക്ക് 4 എണ്ണം പഠിക്കാനുണ്ട്, അതിലേതെങ്കിലും ഒന്ന് മാത്രമേ തരുള്ളൂ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ് അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്. ഈ 4 ജോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലേതെങ്കിലും ഒരു ജോയിന്റ് ആണ് എക്സാമിന് ചോദിക്കുക. ആ സൈനോവിയൽ ജോയിന്റ് ഏതാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഒരു പെക്യുലാരിറ്റി എഴുതണം. ഒന്നില്ലെങ്കിൽ ആ ജോയിന്റ് നമ്മളെ ബോഡിയിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, ലൊക്കേഷൻ എഴുതാം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം, അതും അല്ലെങ്കിൽ എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നില്ലെങ്കിൽ ലൊക്കേഷൻ, അല്ലെങ്കിൽ ആ ജോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുക 1/2 മാർക്കാണ്. പെക്യുലാരിറ്റി, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 1/2 മാർക്കാണ്. സോ ടോട്ടൽ 1 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, 1 മാർക്കിന്റെ ചോദ്യമാണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ മക്കളെ, എടുത്ത് മിസ് ഒരു കാര്യം പറയാം. അതായത് ചില സ്കൂളുകാര് ഫോട്ടോഗ്രാഫ് ആയിരിക്കും വെക്കുന്നത്. അപ്പൊ ആ ഫോട്ടോഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, ശരിക്കും ജോയിന്റ്സ് വെക്കും. ഓക്കെ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ നേരത്തെ തന്നെ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എടുക്കണം. കണ്ടാൽ അത് മനസ്സിലാവണം, ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അധിക സ്കൂളുകളിലും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫ് അല്ലാതെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ജോയിന്റിലേക്ക് പോവാം, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ആദ്യം എഴുതേണ്ട ഐഡന്റിഫിക്കേഷൻ പോയിന്റ് ആണ്. ദ ഗിവൺ ജോയിന്റ് ഇസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഐഡന്റിഫൈ ചെയ്തു, എനിക്ക് മനസ്സിലായി തന്നിരിക്കുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. നിങ്ങൾ മനസ്സിൽ അത് വിചാരിച്ചിട്ട് കാര്യമില്ല. എഴുതുമ്പം കൃത്യമായിട്ട് ദ ഗിവൺ ജോയിന്റ് ഇസ് ഡാഷ് ജോയിന്റ് എന്ന് എഴുതണം. ഓക്കെ, ആൻഡ് ഒരു പോയിന്റ് എഴുതണമല്ലോ. അതൊന്നില്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്കറിയാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഹ്യൂമറസ് അല്ലെ. ഈ ഹ്യൂമറസിന്റെയും ഷോൾഡർ ബോൺസ്, അതായത് പെക്ടോറൽ ഗേർഡിലിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഷോൾഡർ ജോയിന്റ്. അതൊരു എക്സാമ്പിൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈ ബോൺ, ഫീമർ അല്ല തുടയല്, അതിന്റെയും നമ്മുടെ ഹിപ്പിന്റെ അവിടെയുള്ള ബോൺസ് ഉണ്ടാവുമല്ലോ, അതായത് പെൽവിക് ഗേർഡിൽ, ഇതിന്റെയും ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഹിപ്പ് ജോയിന്റ് അല്ലെ, ഹിപ്പിന്റെ അവിടെ കാണുന്ന ജോയിന്റ് ഹിപ്പ് ജോയിന്റ്. അപ്പൊ ഷോൾഡർ ജോയിന്റ് അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റ്, ഇതാണ് അതിന്റെ ലൊക്കേഷൻ ഓർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒന്നില്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ പെക്യുലാരിറ്റി എഴുതാം. ഇറ്റ് ഇസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ്. ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്ന ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതേപോലെ റൊട്ടേറ്ററി മൂവ്മെന്റ്സ് എല്ലാ ഡയറക്ഷനിലും നടത്തുന്ന ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലേ. കണ്ടോ, റൊട്ടേറ്ററി മൂവ്മെന്റ് അല്ലെ, എല്ലാ ഡയറക്ഷനിലും റൊട്ടേറ്ററി മൂവ്മെന്റ് പോസിബിൾ ആക്കുന്ന ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ അല്ലേ. യെസ്, ഇത് തന്നിരിക്കുന്നത് ഹിപ്പ് ജോയിന്റ് ആണ്. ഈ കൊടുത്തിരിക്കുന്നത് ഹിപ്പ് ജോയിന്റ് ആണ്. കാരണം ഫീമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, തുടയല് തൈബോൺ ആണ് അല്ലെ. ഓക്കെ, തൈബോൺ ആണ്. ആൻഡ് ദിസ് ഇസ് പെൽവിക് ഗേർഡിൽ. ഓക്കെ അല്ലേ. യെസ്, ഇനി അതല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് ചോദിക്കാം. സോ ഐഡന്റിഫൈ ചെയ്യുക, ദ ഗിവൺ ജോയിന്റ് ഇസ് ഹിഞ്ച് ജോയിന്റ് എന്ന് എഴുതുക. ഇതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? ഒന്ന് നമ്മുടെ നീ ജോയിന്റ്, അതായത് കാൽമുട്ടിന്റെ അവിടെയുള്ള ജോയിന്റ്, അല്ലെങ്കിൽ എൽബോ ജോയിന്റ്, നമ്മുടെ കൈമുട്ട്. കണ്ടോ, കൈമുട്ട്, ദാ കൈമുട്ട്. ഈ കൈമുട്ടിന്റെ അവിടെയുള്ള ജോയിന്റ് ആവാം, അല്ലെങ്കിൽ കാൽമുട്ടിന്റെ അവിടെയുള്ള ജോയിന്റ് ആവാം. കൈമുട്ടിന്റെ ജോയിന്റ് ആണ് എൽബോ ജോയിന്റ്, കാൽമുട്ടാണ് എന്ന് പറയുന്നത് നീ ജോയിന്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോളുക. ഓക്കെ, യെസ്, ഇത് ശരിക്കും തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ദിസ് ഇസ് എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റ്, ഇത് എൽബോ ജോയിന്റ് ആണ്. എൽബോ ജോയിന്റ്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് ഹ്യൂമറസ് ആണ് ആൻഡ് റേഡിയസ് അൾന. ഓക്കെ, അപ്പൊ നമ്മളെ കൈമുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദിസ് ഇസ് എൽബോ ജോയിന്റ്. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ പെക്യുലാരിറ്റി എന്താ? ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ആൻഡ് നമ്മൾ മുന്നോട്ടും ബാക്കോട്ടും ഉള്ള മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് അലൗസ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അധിക കുട്ടികൾ എനിക്ക് തോന്നുന്നു പഠിക്കാറുള്ളത് ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. കാരണം ഓൾറെഡി നിങ്ങൾ ലോക്കോമോഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് പഠിക്കുന്നുണ്ട് അല്ലെ. സോ അതായാലും മതി, അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ പിവറ്റ് ജോയിന്റ്. സോ ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ പോയിന്റ് എഴുതാം. ദ ഗിവൺ ജോയിന്റ് ഇസ് പിവറ്റ് ജോയിന്റ്.
അപ്പൊ ലൊക്കേഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് അറിയാലോ, ഈ ഭാഗത്ത് കഴുത്തിന്റെ അവിടെയായിട്ട് വരുന്ന ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ് അല്ലേ? C1 C2 എന്താ? C1 C2 വെർട്ടിബ്രേ, സെർവിക്കൽ വെർട്ടിബ്രേ 1 ഉം സെർവിക്കൽ വെർട്ടിബ്രേ 2 ഉം. അതാണ് C1 C2. അതായത് C1 എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ്, C2 എന്ന് പറയുന്നത് എന്താണ്? ആക്സസ് ആണ്. ഈ അറ്റ്ലസ് ആൻഡ് ആക്സസിന്റെ ഇടയിൽ വരുന്ന ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. ഇനി അതല്ലെങ്കിലോ റേഡിയസിന്റെയും അൾനയുടെയും ഇടയിൽ വരുന്നത് എന്താണ്? അതും എന്ത് തന്നെയാണ്? പിവറ്റ് ജോയിന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, കണ്ടോ? ദിസ് ഇസ് പിവറ്റ് ജോയിന്റ്. ഇത് പിവറ്റ് ജോയിന്റ് ആണ്. കണ്ടില്ലേ? പിവറ്റ് ജോയിന്റ്. ഇനി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ പെക്യുലാരിറ്റി, ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ഇറ്റ് അലൗസ് ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ സിംഗിൾ ആക്സിസ്. ഒരു സിംഗിൾ ആക്സിസിന്റെ മേലെ എന്താണ്? ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് പോസിബിൾ ആക്കും. ഓക്കെ അല്ലേ? ഇതാണ് പിവറ്റ് ജോയിന്റ്. അടുത്തതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഐഡന്റിഫിക്കേഷൻ പോയിന്റ് എഴുതുക. ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലടാ. ബിറ്റ്വീൻ കാർപ്പൽസ്. കണ്ടോ? കാർപ്പൽസ് അതായത് നമ്മുടെ റിസ്റ്റ് ജോയിന്റ് ആണ്. റിസ്റ്റിന്റെ അവിടെ എന്തുണ്ട്? റിസ്റ്റ് ബോൺസ് കാർപ്പൽസ് ഉണ്ട്, അതിന്റെ ഇടയിൽ വരുന്ന ജോയിന്റ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ആങ്കിൾ, കാലിന്റെ അവിടെ ആങ്കിൾ ഉണ്ട് അല്ലെ? ആങ്കിൾ ബോൺസ് അതാണ് നമ്മുടെ ടാർസൽസ്. അപ്പൊ ബിറ്റ്വീൻ ടാർസൽസ് അതായത് ആങ്കിൾ ബോൺസിന്റെ ഇടയിൽ വരുന്ന ആങ്കിൾ ജോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൈഡിംഗ് ജോയിന്റ് കേട്ടോ. ദിസ് ഇസ് ഗ്ലൈഡിംഗ് ജോയിന്റ്. കണ്ടോ നിങ്ങൾ? ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് എന്താ? ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ഇറ്റ് അലൗസ് ഫ്രീ ഗ്ലൈഡിംഗ് റൊട്ടേറ്ററി മൂവ്മെന്റ്സ്. ഈ പോയിന്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണേ പറഞ്ഞത് അല്ലെ? 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഐഡന്റിഫിക്കേഷൻ 1/2 മാർക്ക് ആൻഡ് ഈ ഒരു ഫംഗ്ഷണൽ പെക്യുലാരിറ്റി എഴുതുന്നതിന് 1/2 മാർക്ക്. ടോട്ടൽ 1 മാർക്കാണ് കേട്ടോ. കഴിഞ്ഞു, സിമ്പിൾ. സോ നമ്മൾ 4 ജോയിന്റ്സും പഠിച്ചു കഴിഞ്ഞു. ഈ ഐഡന്റിഫിക്കേഷൻ പോയിന്റ് എഴുതുന്നത് ഈസി ആയിരിക്കും, പക്ഷെ ഐഡന്റിഫൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ തന്നിരിക്കുന്ന ജോയിന്റ് ഏതാണെന്ന് മക്കൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചോളൂ കേട്ടോ. ആൻഡ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ്. ഫംഗ്ഷണൽ പെക്യുലാരിറ്റി പഠിക്കുന്ന മക്കൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ അത് പഠിച്ചോളൂ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ. കാരണം നിങ്ങൾ എന്തായാലും ഇത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലേ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട് പ്ലസ് 1-ൽ അല്ലേ? സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പ്ലസ് 2-കാരാണല്ലോ, പ്ലസ് 1-ൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയുള്ളൂടാ മക്കളെ. അപ്പൊ കുറേ പേര് നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ജോയിന്റിന്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് മിസ് വിശ്വസിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂടി ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും മാർക്ക് വാങ്ങട്ടെടാ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടാവരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഓക്കെ, സോ മിസ് പോവാണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചീക്ക് എപ്പിത്തീലിയം, അതേപോലെ ബ്ലഡ് സ്മിയറിന്റെ പ്രിപ്പറേഷൻ, പിന്നെ നമ്മുടെ മസിൽ ടിഷ്യൂ, എംബ്രിയോളജീൻ്റെ സ്ലൈഡ്സിൻ്റെ ഒരു വീഡിയോ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്. ബോട്ടണിയും അതുപോലെ തന്നെ എന്താണ് ക്രോസ് സെക്ഷൻ എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻസറിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.